കുളങ്ങരയിൽ സ്കൂൾ കെട്ടിടം തകർന്നു വീണത് അല്ലേ? സ്കൂള് അത് തലനാരിഴയ്ക്ക് ഒരു വലിയ അപകടം ഒഴിഞ്ഞു നീങ്ങിയെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അഞ്ചേകാൽ നമ്മൾ നല്ല ഹൈഫൈവ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ വാർത്ത വരുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 5:20, 5:25 ആ ഒരു സമയത്താണ് ഈ ഒരു അപകടം അവിടെ ഉണ്ടാകുന്നത്. സ്കൂളിൽ നിന്ന് സ്കൂൾ വിട്ട് പിള്ളേരും അധ്യാപകരും ഒക്കെ പോയി തൊട്ട് പിന്നാലെ നടന്നൊരു സംഭവമാണ് ഇത്. വേറെ ആർക്കും പരിക്കുകളൊന്നും ഉണ്ടാകാത്തയാണ് ഒരു വലിയ ഭാഗ്യമായിട്ട് നിലനിൽക്കുന്നത്. അവിടെ ഈ ഫയലുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതിനെയൊക്കെ ഇമ്മീഡിയറ്റ് ആയിട്ട് അവർ മാറ്റുകയൊക്കെ ചെയ്തു. അപ്പം ഈ വിഷയത്തിലേക്ക് നമ്മൾ പോയാലേ, അട്ടക്കുളങ്ങരയിൽ സ്കൂൾ കെട്ടിടം തകർന്നു വീണ സംഭവത്തിൽ മേയർ വി രാജേഷിന് മറുപടി നൽകിയിട്ടുണ്ട് മുൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ പ്രതികരണം നടത്തേണ്ടത് പഠിച്ചതിനു ശേഷമായിരിക്കണം. ഫിറ്റ്നസ് നൽകേണ്ട ഉത്തരവാദിത്തം സർക്കാരിനല്ല, അതുള്ളത് നഗരസഭയ്ക്കാണ്. നഗരസഭയുടെ വീഴ്ച മറച്ചുവെക്കാൻ മറ്റുള്ളവരെ വിമർശിക്കേണ്ടെന്നും മുൻ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. പ്രതികരണത്തിലേക്ക്. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്തോ അല്ലെങ്കിൽ കൊടുത്തില്ലെങ്കിൽ അതാരാണ്? അത് തീർച്ചയായിട്ടും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത് കോർപ്പറേഷനാണ്. അപകടകരമായി നിൽക്കുന്ന മരങ്ങളും സ്കൂളും പൊളിച്ചു മാറ്റേണ്ടത് അതിൻ്റെ ഉത്തരവാദിത്വം കോർപ്പറേഷനാണ്. അപ്പോൾ കോർപ്പറേഷനെ ഞാൻ പഴിയാരിയെ കുറ്റപ്പെടുത്തുകയല്ല, നിയമം ഞാൻ പറഞ്ഞതാണ്. നിയമാനുസരണമുള്ള കാര്യം ഞാൻ ഇവിടെ സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ഇതൊരു സമഗ്ര അന്വേഷണം ആവശ്യമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. സനീറ്റ വിവരങ്ങളുമായിട്ടുണ്ട്. സനീറ്റ, ഇതിപ്പം ഇന്നലെ നഗരസഭ, ഇന്നലെയും ഇന്നും ഒക്കെ നഗരസഭ കുറ്റപ്പെടുത്തുന്നത് മുൻ സർക്കാരിനെയാണ്, വിദ്യാഭ്യാസ വകുപ്പിനെയാണ്. അത് സ്കൂൾ കെട്ടിടമല്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ ഫിറ്റ്നസ് കൊടുക്കേണ്ടത് നഗരസഭയിൽ, അത് വിദ്യാഭ്യാസ വകുപ്പാണ് എന്നുള്ളൊരു വാദമാണ് മേയർ അടക്കം ഉന്നയിക്കുന്നത്. അതിനെ എങ്ങനെയാണ് മുൻ വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതിരോധം? ഇന്നലെ നടന്ന സംഭവത്തിൽ പൂർണ്ണമായും കോർപ്പറേഷൻ കൈമലത്തുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. കഴിഞ്ഞ ദിവസമൊക്കെ ഇത്തരത്തിൽ വി രാജേഷ് പ്രതികരിച്ചത് നമ്മൾ കേട്ടിരുന്നു. ഇത്തരത്തിൽ സ്കൂളിന്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് മാത്രം നൽകേണ്ട സാഹചര്യമാണ് നഗരസഭയ്ക്ക് അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ളത്. ഒരിക്കലും ഇത്തരത്തിൽ ഈ സ്കൂളിന്റെ പരിസരത്തുള്ള കെട്ടിടങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾക്ക് നോക്കേണ്ട കാര്യമില്ല എന്നുള്ള രീതിയിലാണ് പ്രതികരണം ഇന്നലെ വി രാജേഷിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. എന്നാൽ അതിന് പൂർണ്ണമായും ഒരു മറുപടിയാണ് ഇന്ന് രാവിലെ ഇത്തരത്തിൽ മുൻ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി നൽകുന്നത്. മേയർ വി രാജേഷ് മറുപടി നൽകുമ്പോൾ കൃത്യമായി കാര്യങ്ങൾ പഠിച്ചിട്ടാകണം ഇത്തരത്തിൽ മറുപടി നൽകേണ്ടത്. അതുമല്ല, ഉത്തരവാദിത്വപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്നവർ പ്രതികരിക്കേണ്ട രീതി ഇങ്ങനെയല്ല എന്നുകൂടി മുൻ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി ചൂണ്ടിക്കാണിക്കുന്നു. നമുക്കറിയാം, ഇപ്പോൾ ഈ സ്കൂൾ കെട്ടിടങ്ങളുടെ മാത്രമല്ല, ഈ നമ്മൾ നേരത്തെ ഈ ദൃശ്യങ്ങളിലൊക്കെ കണ്ടതുപോലെ ഈ സ്കൂളിന്റെ കെട്ടിടത്തിൽ നിന്നും വളരെ അടുത്തായിട്ടാണ് ഇത്തരത്തിൽ തകർന്ന ഈ കെട്ടിടം സ്ഥിതി ചെയ്യുന്നത്. കുട്ടികൾ സ്വാഭാവികമായും കളിക്കുന്നതിനിടയ്ക്കൊക്കെ ഇത്തരത്തിൽ ഇങ്ങോട്ടേക്ക് എത്തുന്ന സാഹചര്യമുണ്ട്. പൂർണ്ണമായും ഇന്നലെ ഈ 5:30 ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികൾക്കും അവിടെ നിന്നവർക്കും ഒക്കെ അപകടം ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ മുൻ വിദ്യാഭ്യാസ മന്ത്രി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ കോർപ്പറേഷൻ അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങൾ ഉറപ്പാക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. സ്കൂൾ കെട്ടിടങ്ങൾ മാത്രമല്ല, അതിന്റെ അടുത്തുള്ള കെട്ടിടങ്ങൾ പോലും അതിന്റെ ഫിറ്റ്നസ് കൂടി ഉറപ്പുവരുത്തേണ്ട ചുമതല തദ്ദേശ സ്ഥാപനങ്ങൾക്കുണ്ട് എന്ന് തന്നെയാണ് ശിവൻകുട്ടി വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇത് പൂർണ്ണമായും അല്ലെങ്കിൽ ഇത്തരം ഒരു പ്രക്രിയ പൂർണ്ണമായും നടന്നതാണ്. അതുകൊണ്ട് ഈ വീഴ്ചയെ ഒരിക്കലും ഇത്തരത്തിൽ കോർപ്പറേഷന് തള്ളി പറയാൻ കഴിയില്ല, വി രാജേഷിന് കൈമലർത്തുവാൻ കഴിയില്ല എന്ന് തന്നെയാണ് ശിവൻകുട്ടി വ്യക്തമാക്കുന്നത്. ഇത് മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിൽ ഈ കെട്ടിടത്തിന്റെ ഫിറ്റ്നസ് മാത്രമല്ല, സംസ്ഥാനത്തെ പല സ്കൂളുകൾക്കും ഇത്തരത്തിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിക്കാതെയാണ് സ്കൂളുകൾ തുറന്നിട്ടുള്ളത്. അതിന് ഒരു ഉദാഹരണം തന്നെയാണ് ഈ സ്കൂളും. ശരി, അപ്പം വിദ്യാഭ്യാസ വകുപ്പിനെ മുൻ സർക്കാരിനെ വിമർശിക്കാൻ മാത്രം നിൽക്കണ്ട, അത് മാത്രമല്ല കാര്യം എന്ന് പറയുകയായിരുന്നു മുൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി.